ഹായ്. ഇന്ന് ഡ്രൈവിങ്ങിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. രാവിലെ 5:30ക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയാണ് ട്ടോ. സാധാരണ ഒരു 6:30, 6 മണി ആ സമയത്തൊക്കെയാണ് ഉണ്ടാവാറ്. ഇന്ന് കുറച്ച് നേരത്തെ ആയിരുന്നു. നമ്മളെ ടീച്ചർക്ക് അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്ക് ടെസ്റ്റിന് കൊണ്ടുപോകാനുള്ളതുകൊണ്ടാണ് ഇന്ന് ഇത്രയും നേരത്തെ ആയത്. ഇവിടെ നമ്മളെ ഒഴിവനുസരിച്ച് ഇവര് നമ്മളെ റൂമിൽ നിന്ന് വന്ന് പിക്ക് ചെയ്ത് അതേപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞ ശേഷം തിരിച്ച് റൂമിൽ ഉണ്ടാക്കുകയും ചെയ്യും ട്ടോ. ഇന്ന് നമ്മളെ ടീച്ചർക്ക് വേറെ ടെസ്റ്റുകളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് പോകുന്നു ചോദിച്ചപ്പോൾ ഞാനപ്പോൾ പിന്നെ ഇവിടുന്ന് ബസ്സിന് പൊക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സലാലില് ഇപ്പൊ മുന്നത്തെ ഒരു കാലാവസ്ഥയൊന്നുമല്ല, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഖരീഫൊക്കെ മാറി. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ട്ടോ. ജസ്റ്റ് ഇങ്ങനൊരു ബോർഡേ ഉണ്ടാവുള്ളൂ. ബസ് സ്റ്റോപ്പായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എവിടെയോ ഒരു സ്ഥലത്തൊക്കെ കണ്ട ചെറിയൊരു ഓർമ്മയുള്ളൂ. അത് മാത്രമേ ഒരു പ്രശ്നമായി തോന്നിയിട്ടുള്ളൂ. കാരണം നമുക്ക് ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കണ്ടേ. ഈ കാണുന്ന ഒരു പാലത്തിന്റെ ഒരു വീഡിയോ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ട്ടോ. അത് ഞാൻ ഈ ബസ്സിൽ പോണ വഴി ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ ബസ് വന്നിട്ടോ. കാണാനൊക്കെ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ ബസ്. അങ്ങനെ ബസ്സിന്റെ ഉള്ളിൽ കയറി. നല്ല AC ബസ്സാണ്. ഈ കാണുന്ന പാലം കണ്ടില്ലേ, ഈ റോഡിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. മലയാളിലെ ക്ലോക്ക് ടവർ മുതൽ ലുലു ഹൈപ്പർ വരെ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ സൈക്കിൾ മേല് ഞങ്ങൾ വന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ റോഡാണ് അതിലുള്ള നൈറ്റ് സൈക്ലിങ് ഭയങ്കര രസമാണ് കേട്ടോ. നൈറ്റ് സൈക്കിൾ ഓട്ടാനും ജോഗിങ് ചെയ്യാനൊക്കെ വളരെ രസമായിട്ടുള്ള വഴിയാണ്. സൈക്ലിങ്ങിന് വേണ്ടി മാത്രം ഇവിടുത്തെ ഗവൺമെന്റ് പണിതിട്ടുള്ള റോഡാണ് കേട്ടത്. എനിക്ക് ഇവിടെ കാറിൽ പോകുന്നതിനേക്കാളും ഭയങ്കര രസമായിട്ട് തോന്നിയത് ഈ ബസ് റൈഡും അതേപോലെ തന്നെ ആ നൈറ്റ് അതിലുള്ള സൈക്കിൾ റൈഡും ആണ്. എനിക്ക് ഇവിടെ സൈക്കിൾ ബാൻഡാണ്. ഹൈവേ കൂടെ നമുക്ക് സൈക്കിൾ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. കാരണം സൈഡ് കൂടെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് പേടിയും. ഇവിടുത്തെ കാറുകാരൊന്നും അത് ശ്രദ്ധിക്കൂല. കാരണം ഇവിടെ ബാൻഡ് ആയതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാലും സൈക്കിൾ ഓട്ടിയ ആൾക്ക് തന്നെ പ്രശ്നം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ബസ് റൈഡ് ഞാൻ ഭയങ്കര രസമാന്ന് പറഞ്ഞത് വളരെ റിലാക്സിങ് ആയിട്ടുള്ള ബസ് റൈഡാണ്. നമുക്ക് ഇങ്ങനെ ഫുൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം. ഈ കാണുന്നത് കാബൂസ് പള്ളിയാണ്. ഇവിടുത്തെ സുൽത്താന്റെ പേരിലുള്ള പള്ളിയാണ് കേട്ടത്. അത്യാവശ്യം വലിയൊരു പള്ളിയാണ്. ചുറ്റിനും ഗാർഡൻ ഒക്കെ ചെയ്ത് കാണാൻ വളരെ ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു പള്ളിയും പരിസരമാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഈ ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് പോകാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബസ് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ കാണുന്നത് മസ്കറ്റിൽ നിന്ന് വന്നിട്ടുള്ള ബസ്സാണ് കേട്ടോ. മസ്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ സ്ഥലത്തിലേക്ക് നമുക്ക് ഈ ബസ് വഴി വരാം. അങ്ങനെ എന്റെ സ്റ്റോപ്പ് എത്തി. ഞാൻ ഇറങ്ങിട്ടോ. ഇതാണ് നമ്മ വന്ന ബസ്. ഭയങ്കര ഭംഗിയുണ്ട് ഈ ബസ് കാണാനായിട്ട്. ഇവിടെ നിന്ന് എന്റെ റൂമിലേക്ക് എനിക്ക് കുറച്ച് നടക്കാം. ഞാൻ റൂമിലേക്ക് പോകുന്ന വഴിയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. എന്റെ റൂമിന്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. സ്വാലിഹ് നബിക്ക് വേണ്ടി അള്ളാഹു താല കറാമത്ത് ഇറക്കി കൊടുത്തൊരു എന്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഈ സ്ഥലത്തിനെ കുറിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അന്നും എനിക്ക് ഈ സ്ഥലത്തിന്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഒരു ഫുൾ വീഡിയോ ചെയ്യാന്ന്. അപ്പൊ ഇൻഷാല്ലാ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥലത്തിന്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ചുകൂടെ നടക്കാണ്ടായിരുന്നു ഉള്ള റൂമിക്ക്. അപ്പൊ ഞാൻ ഏകദേശം റൂമിലോട്ട് എത്താറായി. ഇതാണ് എന്റെ റൂം കേട്ടോ. ഇത് റൂമല്ല, ശരിക്കും വീടാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കച്ചറായിട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വൃത്തിയിലാണ്ട് ഇട്ടേക്കണമെന്ന് ആരും വിചാരിക്കരുത്. മുകളിൽ വാട്ടർ പ്രൂഫിന്റെ പണി നടക്കണുണ്ട്. അവർ ആ പഴയ ഷീറ്റ് എടുത്ത് അടി കിട്ടേക്കണാണ്. നമ്മളെ റൂമിന്റെ സൈഡിലായിട്ട് കാണുന്നത് ഇവിടുത്തെ ചെറിയൊരു പ്രൈവറ്റ് സ്കൂളാണ്. ഇവിടെ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.